അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ വ്ളോഗിങ് തുടങ്ങിയേക്കാണ് ഗായ്സ്. അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് വിഷു ആയിട്ട് തന്നെ ഞങ്ങൾ വ്ളോഗ് തുടങ്ങി ഗായ്സ്. അതെ, വിഷു എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് കണി കണ്ട് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇത് കാനഡ ആയതുകൊണ്ടും ഞങ്ങൾ ഉറങ്ങിപ്പോയതുകൊണ്ടും ഞങ്ങൾ 12 മണിക്കാണ് ഗൈസ് അമ്പലത്തിലേക്ക് പോയി. അതെ, 12 മണിക്ക് ഊരുവാരി പിടിച്ച് കുത്തി കയറ്റി പാർക്കിംഗ് ഒന്നും കിട്ടാതെ ഓടിച്ചാടി അമ്പലത്തിൽ കയറുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അകത്ത് കയറിയപ്പോ 12 മണിയാണെന്ന് പോലും തോന്നത്തില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതെ, അങ്ങനെ അമ്പലത്തിൽ പോയി കണിയൊക്കെ കണ്ടു. ഇതായിരുന്നു ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലെ കണി. പിന്നെ പ്രസാദം കിട്ടി ഞങ്ങക്ക്, ചന്ദനവും പിന്നെ ഇച്ചിരി കൽക്കണ്ടവും ഒരു മുന്തിരിങ്ങയും കിട്ടി. പിന്നെ ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ടു, മെഷർ ചെയ്ത് തൊട്ടു. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ഇത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ് ദാഹിക്കുന്നു ദിയ എന്ന് പറഞ്ഞപ്പോൾ ഫ്ലാസ്കിൽ ചൂട് ചായ തന്ന് ഞാനത് വെള്ളമാണെന്ന് കരുതി അണ്ണാക്കിലേക്ക് ഒഴിച്ച് പൊള്ളി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിയ എന്നെ പാഠം പഠിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നുമല്ല ഗൈസ്, ദാഹിക്കുന്നത് പറഞ്ഞ് നല്ല ചായ ആയിരുന്നു, നല്ല പഞ്ചാബി ചായ. അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ട്സ്, അതെ, കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്ത് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു കണ്ട പോസുകൾ പറഞ്ഞു തരുന്നു. ദിയയുടെ വൈൻഡ് അപ്പ് സെഷനാണ് നിങ്ങൾ ആ കണ്ടത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സദ്യ കഴിക്കാൻ ഞങ്ങൾ കേരള കറി ഹൗസിലേക്കാണ് പോയത്. മിസ്സാകെ പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, ലൈനപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ലൈനൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് സദ്യ ബുഫേ ആയിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ സദ്യ കഴിച്ചു. സദ്യ നോൺ വെജ് സദ്യ ആയിരുന്നു, പക്ഷെ എല്ലാം നല്ലതായിരുന്നു. പായസം ഒക്കെ ഉണ്ടായിരുന്നു, 4-5 ടൈപ്പ് പായസവും ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. കുഴച്ചടിക്കുന്ന ദിയേനയാണ് നിങ്ങൾ. കുഴച്ചടിക്കുന്ന തൊട്ടപ്പുറത്തിരിക്കുന്നവളാണെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അഗെയിൻ നമ്മൾ വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോഗ്രാഫർ അർഷിയെയും BTS വീഡിയോഗ്രാഫിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ദിയേനയുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളത് ആ സെഷൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്തേക്കാണ്. മതി, ഇത്രയും മതിയടി എന്ന് പറഞ്ഞാണ് കൊണ്ട് കാണിക്കുന്നത്, ഇതൊക്കെ മതി. അങ്ങനെ ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് കിച്ചണറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദിയ ആകെ ടയേർഡാണ്, എല്ലാവരും ടയേർഡായിരുന്നു. അങ്ങനെ ഡ്രൈവർ പണി ഞാൻ നേരെ അർഷീനെ ഏൽപ്പിച്ച് ഞാൻ പാസഞ്ചർ പ്രിൻസസ് ആയിട്ട് റിലാക്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ദിവസം നമ്മൾ എൻഡ് ചെയ്തത് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബ്യൂട്ടിഫുൾ ഒരു സീൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വണ്ടി നിർത്തിയപ്പോൾ ദിയ മുണ്ടൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അത് കുറച്ച് അതിന്റെ ബ്ലാക്കിൽ വേറൊരു കഥയുണ്ട് ഗൈസ്. അതെ, ഈ വെട്ടി കയറ്റുന്ന ഗുലാബ് ജാമിന്റെ വെള്ളം അതിനകത്ത് വീണ, അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അതെ, അങ്ങനെ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഗുലാബ് ജാമുനൊക്കെ കഴിച്ചു. പിന്നെ ദിയയുടെ പുതിയ ഫോൺ, വിഷുവായിട്ട് പുതിയ ഫോണൊക്കെ വാങ്ങിച്ച് S24 Ultra. അതിൽ ഞങ്ങൾ ഫ്ലൈറ്റ് പോകുന്നത് സൂം ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. ദിയ തുണി പൊക്കി കാണിക്കുന്നതല്ല, ഫോൺ താഴെ വീണാൽ പ്രൊട്ടക്ഷൻ ഒന്നും എടുത്തിട്ടില്ല ഗൈസ്, അതുകൊണ്ട് ഫോൺ താഴെ വീഴാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന ദിയനാണ് നിങ്ങൾ കാണുന്നത്. തുണി പൊക്കി കാണിക്കാന്ന് പറയരുത് പറഞ്ഞ ഹർഷിച്ചേട്ടൻ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നന്ദി അറിയിക്കുന്നു. ഇതായിരുന്നു ആ ബ്യൂട്ടിഫുൾ വ്യൂ. ഞങ്ങൾ അങ്ങനെ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടിരുന്നു. അതെ, ദാറ്റ് വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് ഡേ. അങ്ങനെ ഞങ്ങൾ ആ വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അവിടെ ഞങ്ങൾ എൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഞങ്ങൾ കിച്ചണറിലേക്ക് എത്തി. അങ്ങനെ രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഡ്രൈവർ പണി ഏറ്റെടുത്ത് ഞങ്ങളുടെ വിഷു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ.